നമുക്കിത് നല്ല നാടൻ മത്തിക്കറി വെച്ചാലോ. ചെറിയ വ്യത്യാസമുണ്ട് ഈ സ്റ്റെപ്പുകൾക്കൊക്കെ കേട്ടോ. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവൻ കാണണേ. നമ്മുടെ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനകത്തിട്ടിരിക്കുന്നത് പിന്നെ ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അത് ചെറു തീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് വഴറ്റാൻ നേരത്തെ. ഇത് പരുവമായി. ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാതെ വേറൊരു പൊടിയും ചേർക്കുന്നില്ല. മഞ്ഞപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ലൂസാക്കിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും ചാറ് വേണം കേട്ടോ. അതുകൊണ്ട് ഞാനിച്ചിരി നീട്ടിയാണ് ചാറെടുത്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെയെല്ലാം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് മരം ഇങ്ങനെ മുങ്ങിക്കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോ കേട്ടോ. പിന്നെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് കപ്പയുടെ കൂടെ ഏറ്റവും സൂപ്പറായിരിക്കും. കപ്പയുടെ കൂടെ കപ്പയും മത്തിക്കറിയുടെയും കാര്യം പറയണ്ടല്ലോ. പിന്നെ ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒരു മത്തിക്കറിയൊക്കെ വെച്ച് ഫുഡ് കഴിക്കുക കേട്ടോ. ഓക്കേ.